പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ വിജ്ഞാപനം മെയ് 30-ന് വരാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ അതിനെങ്ങനെ പഠിച്ചു തുടങ്ങണം, അതുമല്ല AMV ആയിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ മെയ് 11-ന് ചേർന്ന PSC യോഗ തീരുമാന പ്രകാരം മെയ് 30-ന് തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ വിജ്ഞാപനം പുറത്തിറക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വിജ്ഞാപനം മെയ് 30-ന് എത്തുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നാണ്. വിജ്ഞാപനം വരുന്നത് 30/5/2026-ലാണ്. അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി 1/7/2026-ലാണ്. ഇപ്പൊ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെ നമ്മൾ ഏജ് ലിമിറ്റ് നോക്കുക. കഴിഞ്ഞ വിജ്ഞാപന പ്രകാരം ഏജ് ലിമിറ്റ് 21 തൊട്ട് 36 വയസ്സ് വരെ ആയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം നമുക്ക് 4 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം അപ്പർ ഏജ് ലിമിറ്റ് 40 ആണ്. അത് കൂടാതെ കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇതിന്റെ സ്കെയിൽ അപ്പ് നോക്കിയേ, 45,600 തൊട്ട് 95,600 വരെയാണ്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. SSLCയോടൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഉള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിള്, ഹെവി ഗുഡ്സ് വെഹിക്കിള്, ഹെവി പാസഞ്ചർ വെഹിക്കിള് തുടങ്ങിയതിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ നോക്കുക, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുക. ആദ്യം പറയുന്നത് ഹൈറ്റിന്റെ സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ മെയിൽ കാൻഡിഡേറ്റിന് പറയുന്ന സ്റ്റാൻഡേർഡ് നോക്കിയേ, 165 സെന്റിമീറ്റർ ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണം. ചെസ്റ്റ് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റിന് 81 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം വിത്ത് ആൻ എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ. ഫീമെയിൽ കാൻഡിഡേറ്റിന്റെ കേസിൽ ഹൈറ്റിന്റെ കാര്യം പറയുന്നത് നോക്കിയേ, ഹൈറ്റ് 152 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അവർക്ക് ചെസ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഇല്ല. ഒരു നോട്ടായിട്ട് പറയുന്നത് നോക്കിയേ, ഹൈറ്റിൽ വരുന്ന റിലാക്സേഷൻ ആണ്. SC/ST കാൻഡിഡേറ്റ്സിന് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ മിനിമം ഹൈറ്റ് 160 സെന്റിമീറ്റർ മതി. ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 150 സെന്റിമീറ്റർ മതി. ഇതോടൊപ്പം തന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അപ്പൊ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് നോക്കിയേ, 2 കണ്ണുകൾക്കും നല്ല കാഴ്ച ഉണ്ടായിരിക്കണം. അവിടെ ഐ സ്റ്റാൻഡേർഡ് പറയുന്നത് നോക്കിയേ, ഡിസ്റ്റൻസ് വിഷൻ ദൂരക്കാഴ്ച 2 കണ്ണുകൾക്കും 6/6 നെല്ലൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിയർ വിഷൻ സമീപ കാഴ്ച 2 കണ്ണുകൾക്കും 0.5 നെല്ലൻ ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ ഒരു നോട്ടായിട്ട് പറയുന്നത് നോക്കിയേ, 2 കണ്ണുകൾക്കും നല്ല കാഴ്ച ഉണ്ടായിരിക്കണം, അത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്ധത ഉണ്ടാകാൻ പാടില്ല. കോങ്കണ്ണ്, കണ്ണിനോ കൺപോളകൾക്കോ ഉള്ള മറ്റ് കേടുപാടുകൾ തുടങ്ങിയവ അയോഗ്യതയായിട്ട് കണക്കാക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ്. അപ്പൊ ആദ്യം ഒരു OMR എക്സാം ഉണ്ടായിരിക്കും. 100 മാർക്കിന്റെ ഒരു OMR എക്സാം ഉണ്ടാകും. ആ എക്സാമിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ടാകും. ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ അവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ടാകും. അതിലും പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 20 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടാകും. അപ്പൊ 100 മാർക്കിന്റെ OMR പരീക്ഷയുടെയും 20 മാർക്കിന്റെ ഇന്റർവ്യൂവിന്റെയും മാർക്ക് ചേർത്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ്. ഏതൊരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കാറ്റഗറി നമ്പർ നോക്കിയേ, 517/2022 ആയിരുന്നു. പരീക്ഷ നടന്നത് 26/5/2023 എത്ര ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു അന്ന്? 10,787 പേരാണ് അപ്ലൈ ചെയ്തത്. റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് 2/9/2024 അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കിയേ, 59.5
67 ആയിരുന്നു. ദെൻ അന്ന് OMR ലഭിച്ച മാക്സിമം മാർക്ക് 83.33 ആയിരുന്നു. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആയിരുന്നു. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 26/12/2025 ഇതുവരെ 121 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? 1/9/2027 റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇതിന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം 100 മാർക്കിൽ 40 മാർക്കിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്ക്, 40 മാർക്കിന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്ക്, 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക്. അങ്ങനെ 100 മാർക്കിനാണ് മൊത്തത്തിൽ OMR പരീക്ഷ. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് 10 മാർക്കിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻ പഠിക്കണം, 10 മാർക്കിന് തെർമൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, 10 മാർക്കിന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ടോപ്പിക്ക് പഠിക്കണം, 10 മാർക്കിന് മെഷീൻ എലമെന്റ്സ് മെറ്റീരിയൽസ് ആൻഡ് ബോയിലറി എന്നുള്ള ടോപ്പിക്ക് പഠിക്കണം. ദെൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കിന് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് ഐറ്റംസ്, 10 മാർക്കിന് ഷാസി, ദെൻ അടുത്ത 10 മാർക്കിന് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം, ദെൻ അടുത്ത 10 മാർക്കിന് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ദെൻ സ്പെഷ്യൽ ടോപ്പിക്ക് 10 മാർക്കിന് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ്, ദെൻ അടുത്ത 10 മാർക്കിന് ജോബ് റിലേറ്റഡ് ടോപ്പിക്. ഇങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയുടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ ഇതിന് എലിജിബിൾ ആണോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയസ് ഒക്കെ നിങ്ങൾ നോക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഹൈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറയുന്നുണ്ട്, ഹൈറ്റിന്റെ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, ചെസ്റ്റ് മിനിമം ഇത്ര എന്ന് പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, ഫിസിക്കലിയും മെഡിക്കലിയും ഫിറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, പറയുന്ന വിഷ്വൽ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ, നിങ്ങൾ കളർ ബ്ലൈൻഡ്നെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. അതൊന്നും ഇല്ലാത്തവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് മോട്ടോർ സൈക്കിള്, ഹെവി ഗുഡ്സ് വെഹിക്കിള്, ഹെവി പാസഞ്ചർ വെഹിക്കിള് എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പരീക്ഷയ്ക്ക് നമുക്ക് തയ്യാറെടുക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ ഇതിന്റെ സിലബസ്. അപ്പൊ സിലബസ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ആണ്. അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം വലിയ മാറ്റങ്ങൾ ഈ സിലബസുമായിട്ടൊന്നും വരുത്തില്ല, കാര്യം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ സിലബസ് കൃത്യമായിട്ട് നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കുക, അതിനകത്തൂടെ എല്ലാം നമ്മൾ നന്നായിട്ട് കൃത്യമായിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്രമാത്രം നോളജ് ലെവൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ. കാര്യം എന്താ, നോട്ടിഫിക്കേഷൻ മെയ് 30 വരുവാണ്, നമുക്കൊരു 6 മാസത്തിനകത്ത് പരീക്ഷ പ്രതീക്ഷിക്കുക. അപ്പൊ അതിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു തീർത്ത് നമുക്ക് റിവിഷൻ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഫൈനൽ പരീക്ഷയിൽ ആദ്യ റാങ്ക് വന്നാലേ നമുക്ക് ആദ്യത്തെ അഡ്വൈസ് ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് എന്നെ കൊണ്ട് പറ്റുമോ, നമ്മുടെ നോളജ് ലെവൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് സ്വന്തമായിട്ട് പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എന്താണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യനും സ്റ്റഡി മെറ്റീരിയലും ഒക്കെ വെച്ച് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല നമുക്ക് വിശ്വസിച്ച് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്, ഏറ്റവും നല്ല അധ്യാപകരുള്ള, നമ്മളെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന മെന്റേഴ്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാനും നന്നായിട്ട് പഠിപ്പിക്കാനും കഴിവുള്ള, നല്ല രീതിയിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾക്ക് എന്തായാലും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ മെജോറിറ്റി കുട്ടികളും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നവരായിരിക്കും. കാര്യം കോച്ചിങ്ങിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്താണ് നിങ്ങൾ എടുക്കേണ്ട എഫോർട്ട് കുറയും, അല്ലെ? അതും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പും ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ സ്വന്തമായിട്ട് തയ്യാറെടുക്കുക. ഓക്കെ, അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്കൊരു റൈറ്റ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. കാര്യം നമ്മുടെ പ്രിപ്പറേഷൻ, ഗവൺമെന്റ് എക്സാമിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം ജേർണിയാണ്. അപ്പൊ നമുക്കറിയാം ചിലപ്പോൾ എക്സാം 6 മാസത്തിനുള്ളിൽ വരും, ചിലപ്പോൾ എക്സാം നീണ്ടുപോവാം.
അല്ലെ? അതോടൊപ്പം തന്നെ പിന്നെ ഫിസിക്കൽ മെഷർമെന്റ്, ഇന്റർവ്യൂ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും മിനിമം ഒരു 1 ഇയർ ഈ പ്രൊസീജിയർ കഴിയാൻ തന്നെ വേണം. പിന്നെ റാങ്ക് ലിസ്റ്റ് വന്ന് നമുക്ക് ആദ്യ റാങ്കിലുണ്ട് ആദ്യത്തെ അഡ്വൈസ് കിട്ടും. അല്ല എങ്കിൽ എന്ത് ചെയ്യും, കുറെ നാൾ വെയിറ്റ് ചെയ്യും. നമ്മുടെ റാങ്ക് ലിസ്റ്റ് 3 വർഷം വരെയൊക്കെ ഉണ്ട്. അപ്പൊ പ്രിപ്പറേഷൻ ഒരു ലോങ് ടൈം ജേർണിയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറാത്ത രീതിയിലുള്ള ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കണം. നമ്മുടെ മെന്റർ ആയിട്ട് ചിന്തിക്കുക. നമ്മൾ എപ്പോഴെങ്കിലും ഔട്ട് ഓഫ് ഫോക്കസ് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഈ ജോലി കിട്ടിയാൽ ഉണ്ടാകുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രിപ്പറേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കണം. നമ്മുടെ മെന്റർ ആയിട്ട് തന്നെ നമ്മൾ വഴിതെറ്റിപ്പോവാതെ നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ചിന്തിക്കണം. അപ്പൊ അവിടെ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇതിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും ഒക്കെ വരാം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ നമ്മുടെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ യാത്ര സുഖകരമായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പഠിക്കാൻ തയ്യാറായെങ്കിൽ ഇനി വേണ്ടത് നമ്മുടെ കയ്യിൽ എന്താണ്, റൈറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ വേണം. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണം. നമുക്കറിയാം, വെറുതെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം പഠിച്ചാൽ പോരാ, അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ വേണം. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യനും എല്ലാം അല്ലെ, നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാനും എല്ലാം ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ സെറ്റ് ആക്കി വെക്കണം. ദെൻ നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പഠനത്തിന് തയ്യാറായി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം. അത് ഓരോരുത്തർക്കും നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് എന്താണ്, നമ്മുടെ പഠിക്കാനുള്ള കഴിവ്, നമുക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവൊക്കെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ഡിഫറൻസ് ആണ് അല്ലെ, സാഹചര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ആ സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയിട്ട് കീപ്പും ചെയ്യണം. അപ്പൊ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനായിട്ടുള്ള സ്ലോട്ട് അതിൽ വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് വേണം. ടോപ്പിക് വൈസ് പരീക്ഷകൾ എഴുതാനായിട്ടുള്ള സ്ലോട്ട് വേണം. എല്ലാം തീർന്ന് അതിനെ മൊത്തത്തിൽ റിവിഷൻ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് വേണം. അതോടൊപ്പം തന്നെ അതിനുശേഷം റിവിഷൻ ചെയ്തതിനു ശേഷം ഫൈനൽ മാതൃകാ പരീക്ഷകൾ അല്ലെ, ഫൈനൽ പരീക്ഷയ്ക്ക് മുമ്പേ 100 മാർക്കിന്റെ PSC മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു 20 എണ്ണമെങ്കിലും ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് വേണം. അതിനുശേഷം അതിൽ നിന്നും വരുന്ന തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈമും നമ്മുടെ സ്റ്റഡി പ്ലാനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ സ്റ്റഡി പ്ലാനകത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഇപ്പൊ പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്ത അല്ലെ പഠിച്ചധികം ശീലമില്ലാത്ത ആൾക്കാർ, കുറെ ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആദ്യം ഇതൊരു പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സ്റ്റഡി പ്ലാനിൽ കുറച്ച് ടൈം കൊടുക്കുക, പിന്നീട് ടൈം കൂട്ടി എടുക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് പഠിക്കാൻ തയ്യാറായി, നമ്മുടെ സ്റ്റഡി പ്ലാൻ ആയി. ഇനി എന്താ ചെയ്യേണ്ടത്, ഡെയിലി വേണ്ട കാര്യങ്ങൾ, ഡെയിലി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഗോൾസ്, ഡെയിലി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക. അതോടൊപ്പം തന്നെ കറക്റ്റായിട്ട് പഠിച്ചു തീരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് പോവുക. ദെൻ എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുമ്പം നമ്മൾ എന്ത് ചെയ്യണം, സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യണം. എന്തിനാണ്, നമ്മൾ പരീക്ഷയുടെ തലേന്നോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 2-3 ദിവസം മുമ്പ് ഈ നോട്ടായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ പിന്നെയും നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ നോക്കി പഠിക്കാനായിട്ടുള്ള ടൈം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് നോട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പഠിച്ചു പോകുമ്പോൾ തന്നെ ഓരോ ടോപ്പിക്ക് പഠിച്ച് റിവിഷൻ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ സ്മാർട്ട് നോട്ട് നമ്മൾ കറക്റ്റായിട്ട് എഴുതി പോവുക. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ തവണ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് പ്രിപ്പറേഷനിൽ എവിടെയൊക്കെ ലാഗ് ചെയ്യുന്നെന്ന് മനസ്സിലാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നോട്ടിൽ എഴുതി ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കുക, എത്രയും പെട്ടെന്ന് നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു 4 മാസം കൊണ്ട് കംപ്ലീറ്റ് പഠിച്ച് റിവിഷൻ ചെയ്ത് സ്മാർട്ട് നോട്ടും എഴുതി നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയ അത്രയും നല്ലത്. കാര്യം
കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇനി സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് വരുമെങ്കിൽ, അതായത് നമ്മുടെ ടൈം ടേബിൾ വരാൻ നേരത്ത് സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു 4 മാസം കൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. നമ്മുടെ ഫൈനൽ മാതൃകാ പരീക്ഷകളും കൂടെ മിനിമം 20 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ദെൻ നിങ്ങൾ മാതൃകാ പരീക്ഷകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിലുള്ള ഗ്യാപ്പ് മനസ്സിലാവും. അപ്പൊ ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്യുക. അതിനുശേഷം എല്ലാ കാര്യങ്ങളും റെക്ടിഫൈ ചെയ്ത് നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ ലാപ്പ് റിവിഷനും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ കറക്റ്റായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും. ദെൻ നമുക്കിനി അടുത്തത് നോക്കേണ്ടത്, ഞാനിപ്പം ഇത് എങ്ങനെ തയ്യാറെടുക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതൊക്കെ ബുക്സുകൾ റെഫർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളോടെ ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മെക്കാനിക്കലിലെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിന് നമ്മളെല്ലാവരും എഞ്ചിനീയറിംഗ് ലെവലിലുള്ള ആൾക്കാരൊക്കെ റെഫർ ചെയ്യുന്നത് എന്താണ്? ആർ.കെ. ബെൻസാലിന്റെ ബുക്കാണ്. ഇനി ഡിപ്ലോമ പഠിച്ച കുട്ടികൾ ഈ ആർ.കെ. ബെൻസാൽ റെഫർ ചെയ്യാൻ പാടാണെങ്കിൽ, അത് അത്ര പാടുള്ള ബുക്കല്ല, സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ്. ഇനി അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ ലെവലിൽ പഠിച്ച ബുക്സുകൾ, അത് ഏറ്റവും ബെറ്റർ നിങ്ങൾ ഡിപ്ലോമ ലെവലിൽ 2010 മുമ്പേ ഉള്ള ഡിപ്ലോമയുടെ ബുക്സുകളൊക്കെ സംഘടിപ്പിച്ചാൽ നല്ലതാണ്. അത് കുറച്ചുകൂടെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സൂൾ ബുക്കുകളുണ്ട് ഡിപ്ലോമയുടെ, അല്ലെ? 2010 മുമ്പൊക്കെ ഉള്ള റേഡിയൻ പബ്ലിക്കേഷൻസിന്റെ, സക്രിയ ബൈഗിന്റെ ഒക്കെ ബുക്ക് ഡിപ്ലോമക്കാർക്ക് റെഫർ ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും റെഫർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ബുക്ക് ആർ.കെ. ബെൻസാൽ നിങ്ങൾ റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് തെർമൽ എഞ്ചിനീയറിംഗ് ആർ.കെ. രജിബുത്ത് ആണ്. അത് ബിടെക് ലെവലിലെ ആൾക്കാർ റെഫർ ചെയ്യുന്ന ബുക്സ് ആണ്. ദെൻ ഡിപ്ലോമക്കാർ വേണമെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമയിലെ റേഡിയൻ പബ്ലിക്കേഷൻസിന്റെ, സക്രിയ ബൈഗിന്റെ തെർമൽ എഞ്ചിനീയറിംഗിന്റെ ബുക്ക് ഉണ്ട്, അത് റെഫർ ചെയ്താലും മതി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇവിടെ ഓരോ ബുക്സുകൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് പോവുക കേട്ടോ. ഏത് ബുക്ക് റെഫർ ചെയ്യുന്നതല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്ത് പോവുക. ദെൻ അടുത്തത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പൊ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബുക്ക് ആർ.കെ. ബെൻസാൽ ആണ്, അല്ലെങ്കിൽ രാമാമൃതം യൂസ് ചെയ്യാം. ഇനി ഡിപ്ലോമക്കാരാണെങ്കിൽ റേഡിയൻ പബ്ലിക്കേഷൻസിന്റെ പക്കീരപ്പ എന്ന് പറയുന്ന ബുക്കുണ്ട്, അപ്പൊ അത് നോക്കാം. ദെൻ അടുത്ത മൊഡ്യൂൾ മെഷീൻ എലമെന്റ് മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ്. അപ്പൊ അതിന് 3 ബുക്സുകൾ റെഫർ ചെയ്യണം. ഒന്ന് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് ബൈ വി.ബി. ഭണ്ഡാരി. ദെൻ മെറ്റീരിയൽസിന് ആർ.കെ. രജിബുത്ത് റെഫർ ചെയ്യുക. ദെൻ ബോയിലേഴ്സിന് ആർ.കെ. രജിബുത്തിന്റെ തെർമൽ എഞ്ചിനീയറിംഗിന്റെ ബുക്ക് തന്നെ റെഫർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇത്രയും ഒരു വലിയ ടോപ്പിക് ഒന്നും അല്ല ഇത്. ഈ ബുക്സിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾ കുറിച്ചെടുക്കാം. ഇനി ഡിപ്ലോമ ലെവലിലുള്ള ആൾക്കാർ തെർമൽ എഞ്ചിനീയറിംഗിന്റെ ബുക്ക് നോക്കുക. അതേപോലെ തന്നെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് ബൈ പക്കീരപ്പ, റേഡിയൻ പബ്ലിക്കേഷൻ നോക്കുക. പിന്നെ അവരുടെ മെറ്റീരിയൽ സയൻസ് ആൻഡ് പ്രോസസ് ബൈ പക്കീരപ്പ 2010 മുമ്പൊക്കെ ഉള്ള ബുക്ക് നോക്കിയാൽ കുറച്ചുകൂടെ നല്ലതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്സൂൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ദെൻ നിങ്ങൾക്ക് ഓട്ടോമൊബൈലിന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ട റെഫറൻസ് ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ കൃപാൽ സിംഗ് ആണ്. 2 വോളിയം ഉണ്ട്. ആ 2 വോളിയം ബുക്കുകൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇനി കൃപാൽ സിംഗ് ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പൊ അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാര്, നിങ്ങൾ ഓട്ടോമൊബൈൽ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബുക്ക് DS കുമാർ ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ഡിപ്ലോമക്കാർക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലുള്ള ക്യാപ്സൂൾ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾ നോക്കിയാലും മതി. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൃപാൽ സിംഗിനെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ കൃപാൽ സിംഗിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അതെല്ലാം കൃത്യമായിട്ട് മറ്റുള്ള ബുക്കിൽ കവർ ആവത്തില്ല. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൃപാൽ സിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, മറ്റുള്ള ബുക്സുകൾ വെച്ച് പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് സ്പെഷ്യൽ ടോപ്പിക്കിന് ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 കൊമേഴ്സ്യൽ ലോ പബ്ലിക്കേഷൻസിന്റെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തെടുക്കാം. സെർച്ച് ചെയ്ത് അതിന്റെ PDF കിട്ടും. എന്നാലും നിങ്ങൾക്ക് ഇതൊരു ബുക്കായിട്ട് റെഫർ ചെയ്യാൻ നല്ലതാണ്. ലോ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ബുക്കാണ് കൊമേഴ്സ്യൽ ലോ പബ്ലിക്കേഷൻസിന്റെ.
ദെൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്, നമ്മൾ കണ്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കണം, മാറി മാറി വരുന്ന പരീക്ഷകളുടെ രീതി മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറെ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കുറെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും കൂടെ റെഫർ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ നല്ലതാണ്. എന്നാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് AMVയുടെ സിലബസ് പ്രകാരം തന്നെ നടന്ന ഒരു പരീക്ഷയാണ് ഫോർമാൻ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട്. 2026 നടന്ന പരീക്ഷയാണ്. അതൊരു ഓൺലൈൻ പരീക്ഷയായിരുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. അപ്പൊ AMVയുടെ മാറുന്ന പാറ്റേൺ നമുക്ക് മനസ്സിലായി. AMVയുടെ തന്നെ സിലബസിൽ നടന്ന പരീക്ഷയാണ്. ദെൻ അടുത്തത് AMVയുടെ 2023 നമ്മുടെ സിലബസ് പ്രകാരമുള്ള പരീക്ഷ ഉണ്ടായിരുന്നു, അത് നമുക്ക് റെഫർ ചെയ്യാം. ദെൻ AMVയുടെ 2015 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റെഫർ ചെയ്യാം. അപ്പൊ അതിനകത്ത് സിലബസ് ചെറിയ മാറ്റമുണ്ട്, പഴയ സിലബസ് ആണ്, എന്നാലും ഓൾമോസ്റ്റ് നമ്മുടെ കണ്ടന്റുകളൊക്കെ അതിനകത്തുണ്ട്. ദെൻ അടുത്തത് മോട്ടോർ ട്രാൻസ്പോർട്ട് CAയുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റെഫർ ചെയ്യാം. അതിനകത്ത് സെലക്ടീവ് പോർഷൻസ് എടുത്താൽ മതി. ദെൻ MDSAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതും സെലക്ടീവ് പോർഷൻസ് എടുത്താൽ മതി. കാര്യം അതിനകത്ത് നമ്മുടെ ഡിപ്ലോമ ലെവലിൽ അല്ലാത്ത കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ 2023 പരീക്ഷ, അതിനകത്തെ മെക്കാനിക്കൽ ടോപ്പിക്ക് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. അതിനകത്ത് ഓട്ടോമൊബൈൽ ഇല്ല, മെക്കാനിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്തും സെലക്റ്റീവ് ആയിട്ടുള്ള പോർഷൻസ് എടുക്കാം. അപ്പൊ നമുക്ക് അവിടെ മെക്കാനിക്കൽ ഡിപ്ലോമ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ അവിടെ നമുക്ക് കിട്ടും. ദെൻ മെക്കാനിക് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ 2023 നടന്ന പരീക്ഷ, അത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറെ സിലബസ് പോലെ തന്നെയുള്ള സിലബസ് ആയിരുന്നു. അപ്പൊ അതിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെക്കാനിക്കലിലെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈൽ 2023 അതിനെയും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമൊബൈലിലെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ MMV 2021 നടന്ന പരീക്ഷയുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് ഓട്ടോമൊബൈലിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡീസൽ മെക്കാനിക് 2025 സെലക്ടീവ് പോർഷൻസ് നമുക്ക് നോക്കേണ്ടതാണ്. ദെൻ ട്രേഡ്സ്മാൻ ഓട്ടോമൊബൈൽ മെക്കാനിക് 2023 നടന്ന പരീക്ഷയുണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ നമുക്ക് മെക്കാനിക്കലിലേക്ക് ക്വസ്റ്റ്യൻസും മെക്കാനിക്കൽ ഓട്ടോമൊബൈലിലേക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിമി ബേസ്ഡ് MMVയുടെ ഒക്കെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആണ്. ദെൻ VSSC ISROയുടെ MMVയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിനകത്ത് അതൊന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് ഓട്ടോമൊബൈലിലെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ദെൻ SSC RRB JEയുടെ മെക്കാനിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലെ, SSC JE RRB JEയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ്, മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് മെക്കാനിക്കലിലെ സിമ്പിൾ ആയിട്ടുള്ളതും അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോളജ് ലെവൽ ഇംപ്രൂവ് ആകും, നിങ്ങൾക്ക് എക്സാമിനൊരു എഡ്ജ്. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോളജ് ലെവൽ ഇംപ്രൂവ് ആകും, നമുക്ക് എക്സാമിന് എന്തായാലും ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. AMVക്ക് സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർ എങ്ങനെ തയ്യാറെടുക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ബുക്സുകള്, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ഒരു കോച്ചിങ് സെന്ററിനെ റിലേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുക, അവരുടെ ഗൈഡൻസും മെന്റർഷിപ്പും സീക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുമ്പോഴായാലും ഒരിക്കലും നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള, ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും മെന്റർ ചെയ്യാനും കഴിവുള്ള അധ്യാപകരും മെന്റേഴ്സും ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ TechPSC ഇതിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് കയറിയിട്ടുള്ളത് TechPSCയുടെ ഉദ്യോഗാർത്ഥികളാണ്. ഏറ്റവും മികച്ച അധ്യാപകർ, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുള്ളത് TechPSCയിലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സ് മെന്റർ ചെയ്യുന്ന ഞാനാണ്. ഞാൻ 30ഓളം എക്സാംസുകൾ ക്ലിയർ ചെയ്തതാണ്, ഒരുപാട് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടിയതാണ്. അപ്പൊ ഞാനാണ് കോഴ്സ് മെന്റർ ചെയ്യുന്നത്. ഫുൾ സിലബസിലെ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്, ഫുൾ നോട്ട്സ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും. പരീക്ഷ ക്ലിയർ ചെയ്താൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ പഠനം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് എത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.